ഹരി ഓം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണാഷ്ടമി ആശംസകൾ. 2024 ഓഗസ്റ്റ് 26 ലോകത്തെമ്പാടുമുള്ള ഭാരതീയര് ശ്രീകൃഷ്ണാഷ്ടമി ആഘോഷിക്കുകയാണ്. ലോകം കണ്ട അതുല്യ പ്രതിഭയായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ദിവസം. നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ജീവിതമായിരുന്നു കൃഷ്ണന്റേത്. എന്നാൽ വേറൊരു വശത്ത് എപ്പോഴും ചിരിച്ചും കളിച്ചും മറ്റുള്ളവരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരുത്തനായ ഒരു മഹാത്മാവായി ജീവിച്ച കൃഷ്ണൻ. നിങ്ങൾ നോക്കൂ, കൃഷ്ണന്റെ ജീവിതത്തിലേക്ക് പ്രസവിച്ച ഉടനെ തന്നെ വസുദേവർക്ക് കൃഷ്ണനെ പെറ്റമ്മയിൽ നിന്നും മാറ്റി പോറ്റമ്മയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. കൃഷ്ണനെ പ്രസവിച്ച ദേവകി ദേവിയിൽ നിന്നും യമുനയും കടന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ എടുത്തുകൊണ്ട് വസുദേവര് നന്ദഗോപ ഗൃഹത്തിലെത്തുകയാണ്. 14 വർഷം യശോദാദേവിയാണ് കൃഷ്ണന്റെ അമ്മ. ആ അമ്മയുടെ മുലപ്പാൽ കുടിച്ചുകൊണ്ടാണ് കൃഷ്ണൻ വളരുന്നത്. അവരെയൊക്കെ സന്തോഷിപ്പിച്ചും ആനന്ദിപ്പിച്ചും കൃഷ്ണൻ അവരുടെ ജീവിതം ധന്യമാക്കി. പിന്നീട് അങ്ങോട്ട് കൃഷ്ണന്റെ ജീവിതം നോക്കൂ നിങ്ങൾ. വളർന്നു വരുമ്പോൾ കുസൃതികൾ, അത് കൃഷ്ണൻ ഓരോ കുസൃതിയിലും നമുക്ക് ജീവിതത്തിന്റെ വലിയ സന്ദേശങ്ങൾ പകർന്നു തന്നുകൊണ്ട് ലീലകളാടി. ഗോപികമാരുടെ വീടുകളിൽ ചെന്ന് ഉറിയടിച്ചു പൊട്ടിച്ചുകൊണ്ട് വെണ്ണയും മറ്റും മോഷ്ടിച്ച് പലർക്കും കൊടുക്കുമ്പോൾ കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നൊരു സന്ദേശമുണ്ട്. എല്ലാം സ്വന്തമാക്കി അവനവന്റെ ഒരു സ്വാർത്ഥത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ കാലമാകുന്ന ദൈവം അതെല്ലാം തല്ലി ഉടയ്ക്കും. വയനാട്ടിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അവിടെ ഒരു ദുരന്തത്തിന് ശേഷം സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് കിട്ടിയ ഒരു പേപ്പർ, കോടതിയിൽ കൊടുത്ത ഒരു കേസിന്റെ ഫയലാണത്. ഒരു ആള് മറ്റൊരാൾ തന്റെ സ്ഥലം കയ്യേറിയെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരുടെയും സ്ഥലം ഏതാണെന്ന് പോലും തിരിച്ചറിയാതെ ആ 2 കുടുംബവും ഇല്ലാതെയായിപ്പോയി. ഇപ്പൊ ആലോചിച്ച് നോക്കും, മനുഷ്യൻ അവനവന്റെ സ്വാർത്ഥത്തിന് വേണ്ടിയെല്ലാം എടുത്തു വെക്കുമ്പോൾ കാലം തന്നെ അത് തട്ടിമാറ്റും. അതുകൊണ്ട് സ്വാർത്ഥത്തിന് വേണ്ടി ജീവിക്കാതെ എല്ലാവരുമായി ചേർന്ന് എല്ലാവർക്കും പങ്കുവെക്കാൻ പറ്റുന്നത്ര നമ്മുടെ സമ്പത്തും സമൃദ്ധിയും ആരോഗ്യം കൊണ്ട് സേവനം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. സർവഭൂതഹിതേരഥ. സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് സമൂഹം കൂടെയുണ്ടാവും. അവനവന്റെ കൊച്ചു ലോകത്തിൽ ചുരുങ്ങി അങ്ങനെ സങ്കുചിതരായി ചിന്തിക്കുന്നവരുടെ കൂടെ ആരും ഉണ്ടാവില്ല. നിങ്ങൾ കാണുന്നില്ലേ, ചില മതങ്ങളൊക്കെ ഞങ്ങളുടെ മതം മാത്രം ശരിയെന്ന സങ്കുചിത്വത്തിലേക്ക് വന്ന് മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ ലോകം തന്നെ അവരെ ഒറ്റപ്പെടുത്തുന്നു, അവർ വെറുക്കപ്പെടുന്നു. എല്ലാവരാലും ഭാരതീയർ ആദരിക്കപ്പെടുന്നതിന് കാരണം നമ്മുടെ ഹൃദയം വിശാലമാവുന്നതുകൊണ്ടാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള, എല്ലാവരെയും സഹായിക്കാനുള്ള, ദാനം ചെയ്യുന്ന സംസ്കാരം ഭാരതത്തിന്റെ സംസ്കൃതിയാണ്. അതുകൊണ്ടാണ് ചിരപുരാതന കാലം മുതൽക്ക് തന്നെ നമ്മളോട് പറഞ്ഞത് ദാനം ചെയ്യണം, ദാനം കൊടുക്കണം, എടുത്തു വെക്കുന്ന ആ സങ്കുചിത്വം മാറ്റണം. വേണം നമുക്ക്, പക്ഷേ ഉള്ളത് പങ്കുവെക്കാൻ കൂടിയാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്ന വലിയൊരു പാഠവുമാണ്. അത് കഴിഞ്ഞ് കൃഷ്ണന്റെ ജീവിതത്തിൽ പൂതന, ശകടാസുരൻ, തൃണാവർത്തൻ, ഭഗാസുരൻ തുടങ്ങിയ ഒരു സീരീസ് ഓഫ് അസുരന്മാര് കൃഷ്ണനെ ആക്രമിക്കാനായിട്ട് വരികയാണ്. പക്ഷെ ഭഗവാൻ അതിലൊന്നും തളരാതെ തകരാതെ ജീവിതം മുന്നോട്ട് നയിക്കുന്നു. പൂതന മോക്ഷം എന്നാണ് ഭഗവാൻ പൂതനയെ വധിക്കുന്ന ലീലയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അതിനെന്താണ് അർത്ഥം? അതായത് ജീവിതത്തിൽ പലതരത്തിലുള്ള പൂതനകളും വരും, പ്രയാസങ്ങളും വേദനകളും വിഷമങ്ങളും മറ്റുള്ളവരുണ്ടാക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം വരും. പൂതനയാണതൊക്കെ, ശകടാസുരന്മാരാണ്, തൃണാവർത്തന്മാരാണ്. അതിനെല്ലാം പിന്നിൽ സൂക്ഷ്മമായ അർത്ഥങ്ങളുണ്ട്. പക്ഷെ നാം അതിൽ നിന്നൊക്കെ മനസ്സിനെ മുക്തമാക്കണം. അപ്പം അതിനുള്ളൊരു കരുത്ത് നമ്മുടെ മനസ്സിന് വേണം. ആ കരുത്തുണ്ടാവണമെങ്കിൽ ഭക്തി ഉണ്ടാവണം. അതുകൊണ്ട് കലിയുഗത്തിലെ ഏറ്റവും സർവശ്രേഷ്ഠമായ ഭക്തി അവനവന് വേണ്ടി പ്രാർത്ഥിക്കലല്ല, ജപമാണ്. കൃഷ്ണൻ പറയും, യജ്ഞാനം ജപയജ്ഞോസ്മി. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ നാമം ജപിക്കുന്ന ഒരു സംസ്കാരം നമ്മൾ രൂപപ്പെടുത്തണം.
ഒരു 108 തവണ ഗായത്രി മന്ത്രമോ ഹരേ രാമ ഏതെങ്കിലും ഒരു മന്ത്രം അത് ജപശീലമുണ്ടാക്കണം. കാരണം കലിയുഗത്തിൽ പൂജയ്ക്കും ഹോമത്തിനും അല്ല പ്രാധാന്യം. കലിയുഗത്തിൽ നാമസങ്കീർത്തനം എന്നാണ്. നാമസങ്കീർത്തനത്തിനാണ് ഏറ്റവും ശക്തി. മറ്റതെല്ലാം നിങ്ങളുടെ സ്വാർത്ഥത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ്. ഇത് നിങ്ങളുടെ മനസ്സിന് ശക്തി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എത്രമാത്രം ഭക്തിയുണ്ടോ അത്രയും ശക്തിയുണ്ട്. അപ്പം നമുക്ക് തൃണാവർത്തന്മാരെയും ഭഗാസുരന്മാരെയും അതുപോലെ പൂതനമാരെയൊക്കെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കരുത്തുള്ളവരായി തീരും. നല്ലൊരു ലെസനല്ലേ കൃഷ്ണൻ പഠിപ്പിക്കുന്നത്. പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിയമർത്തന ലീല ആടുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് കാളിയൻ എന്ന പാമ്പ് കാളിന്തി നദിയെ വിഷമുള്ളതാക്കി ഒരു ജീവജാലത്തിനും ജീവിക്കാൻ പറ്റാത്തതാക്കി. ഇത് തന്നെയല്ലേ ഇന്നത്തെ അവസ്ഥ. മനുഷ്യൻ പ്രകൃതിയെ മുഴുവൻ വിഷമുള്ളതാക്കി തീർക്കുകയാണ്. ശുദ്ധവായു കിട്ടാൻ ബുദ്ധിമുട്ടായി. നമ്മുടെ വെള്ളം പൊല്യൂട്ടഡാണ്. അങ്ങനെ പ്രകൃതിയെ നമ്മൾ വിഷമുള്ളതാക്കിയപ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പൊ പ്രകൃതി തിരിച്ചടിക്കാതിരിക്കണമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന സന്ദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണൻ നമുക്ക് തന്നു. ഭഗവാന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത എന്നാണ്. അതായത് പ്രകൃതിയെ നിങ്ങൾ സംരക്ഷിച്ചാൽ പ്രകൃതി നിങ്ങളെയും സംരക്ഷിക്കും. വലിയൊരു ലെസനല്ലേ അത്. അതേപോലെ കൃഷ്ണൻ അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളൊരു വ്രതം നോറ്റു, കാത്യായനി വ്രതം. കൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് അവർ കുളിക്കാൻ പോകുന്ന യമുനയിൽ കൃഷ്ണൻ അവരുടെ വസ്ത്രം അപഹരിക്കുന്ന ഒരു ലീലയുണ്ട്. അത് കൃഷ്ണനെ പലരും തെറ്റായിട്ട് മനസ്സിലാക്കിയ ഒരു ലീല കൂടിയാണ്. കാരണം കുളിക്കാൻ പോയ സ്ത്രീകളുടെ വസ്ത്രം മാറ്റി അവരോട് കയറി വരാൻ പറയുക, അവരെ ആ നഗ്നകളായിട്ട് കാണാൻ ശ്രമിക്കുക. അതൊക്കെ ഒരു ശരിയാണോ, കൃഷ്ണൻ ചെയ്യാൻ പാടുമോ എന്നൊക്കെ പലരും ഇങ്ങനെ ചോദിക്കും. പക്ഷെ അതിന്റെ സന്ദേശം നമ്മൾ പഠിക്കില്ല. എന്താണത്? ഒന്നാമത്തെ ഒരു സന്ദേശം എന്ന് പറയുന്നത്, ശ്രദ്ധയുള്ളവരല്ലെങ്കിൽ നമ്മുടെ മുതൽ മറ്റുള്ളവർ കൊണ്ടുപോകും. എന്തും നമ്മൾ ശ്രദ്ധയോടെ വെക്കണം. ശ്രദ്ധ നഷ്ടപ്പെടുമ്പോഴാണ് മറ്റുള്ളവർ നമ്മുടെ സമ്പത്തിനെ അപഹരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധയ്ക്ക് പ്രാധാന്യമുണ്ട്. ഒരു വശത്ത് ഇതാണ് അർത്ഥമെങ്കിൽ മറുവശത്ത് കൃഷ്ണൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നാം നമ്മുടെ ശരീരത്തെ ഒരു വസ്ത്രമായി കാണണം. മനസ്സും പ്രാണനും ചേർന്ന ജീവൻ ഉടുത്ത വസ്ത്രമാണ് ഈ ശരീരം. അതായത് സൂക്ഷ്മമായ മനസ്സുടുത്ത വസ്ത്രമാണ് സ്ഥൂല ശരീരം. ഈ ശരീരത്തെ കാലമാകുന്ന ഭഗവാൻ നമ്മളിൽ നിന്നും അപഹരിക്കും. അപ്പൊ കൃഷ്ണൻ വസ്ത്രം അപഹരിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാൻ കാലമാകുന്നു എന്ന് അർത്ഥമെടുക്കണം. അതായത് കാലം കൊണ്ട് ശരീരം നമ്മളിൽ നിന്നും അകന്നു പോകും. പക്ഷേ മനസ്സിനെ കൊണ്ടുപോകാൻ കാലത്തിന് സാധ്യമല്ല. കാരണം മനസ്സ് സൂക്ഷ്മമാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിന് ജനനവുമില്ല മരണവുമില്ല. അപ്പൊ ജനന മരണങ്ങളില്ലാത്ത സൂക്ഷ്മമായ ഒരു മനസ്സും കൊണ്ടാണ് നാം ജീവിക്കുന്നത്. ജനന മരണമുള്ള ശരീരത്തിൽ ജനന മരണമില്ലാത്ത മനസ്സ്. ഇന്നത്തെ ആധുനിക ഫിസിക്സ് ആണ് കൃഷ്ണൻ പഠിപ്പിക്കുന്നത്. അതായത് യു ആർ എൻ എനർജി, എനർജി ഹാസ് നോ ബർത്ത് ആൻഡ് ഡെത്ത്. അതല്ല ഐൻസ്റ്റീൻ പഠിപ്പിക്കുന്നത്, നീദർ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്. ഇന്ന് ജായതേ നമ്രിയതേ. ജനന മരണമില്ലാത്ത ശക്തിയാണ് ഞാൻ. ശക്തിക്ക് ജനനവും മരണവുമില്ല. അപ്പൊ ഭയത്തെ നമുക്ക് നേരിടാനുള്ള ഉൾക്കരുത്തത് തരും. അപ്പൊ കാലം വസ്ത്രം അപഹരിച്ചാലും കരുത്തോടെ നാം ഉയർത്തെഴുന്നേൽക്കണം. ഭഗവാൻ പറയണോ, നിങ്ങൾ കൈകൂപ്പി എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരിൽ ഭക്തിയുണ്ടോ അവരിൽ ശക്തിയുണ്ട്. അവരെ തൊടാൻ കാലത്തിന് പോലും സാധ്യമല്ല. അതാണ് ഭാരതീയർക്ക് ഇത്രമാത്രം ഒരു മനോബലം ഭക്തി കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചത്. പ്രഹ്ലാദന്റെ കഥയും ധ്രുവന്റെ കഥയൊക്കെ കേട്ടില്ലേ? പ്രതിസന്ധികളുടെ നടുവിൽ മരണത്തിന്റെ മുന്നിൽ തളരാതെ നാമം ജപിച്ചതിനെ നേരിട്ട കരുത്തന്മാര് നമുക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ കരുത്തുള്ളവരായി തീരണം. നാമജപം കൊണ്ട് മനസ്സിനെ ശക്തിപ്പെടുത്തണം എന്ന് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുക. ഇങ്ങനെ നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തൊക്കെയായിരുന്നു. നിങ്ങൾ നോക്കൂ, നല്ലൊരു അംബാസഡർ ആയിരുന്നു കൃഷ്ണൻ. പാണ്ഡവരുമായിട്ട് ദൂതിന് കൃഷ്ണൻ പോകുന്ന രംഗം, അവരെ അത് പറഞ്ഞ് ബോധിപ്പിച്ച് ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിച്ച കൃഷ്ണൻ. പക്ഷെ കൗരവന്മാര് സമ്മതിച്ചില്ല. പാണ്ഡവർക്ക് വേണ്ടി കൃഷ്ണൻ പലതും റിക്വസ്റ്റ് ചെയ്തെങ്കിലും കൗരവന്മാർ ധാർഷ്ട്യം കൊണ്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. അതേപോലെ തന്നെ ഭഗവാൻ നല്ലൊരു സാരഥിയായിരുന്നു. എങ്ങനെയാണ് ഒരു യുദ്ധത്തിന് വേണ്ടുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടതെന്ന് കൃഷ്ണൻ പഠിപ്പിക്കാൻ. അതായത് ഒരു പെർഫെക്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം.
പിന്നെ കൃഷ്ണൻ നല്ലൊരു കൗൺസിലറായിരുന്നു. അർജുനന് കൗൺസിലിംഗ് ചെയ്യുന്ന കൃഷ്ണനെ നമുക്ക് ഭഗവത്ഗീതയിൽ കാണാം. തളർന്ന മനസ്സിനെ ഉണർത്തുന്ന കൃഷ്ണൻ. അത് കഴിഞ്ഞ് നാം കൃഷ്ണനിൽ കാണുന്നത് നല്ലൊരു ഭരണാധികാരിയായിരുന്നു കൃഷ്ണൻ. കംസനെ വധിച്ചുകൊണ്ട് ഒരു രാജ്യം എങ്ങനെയുള്ള ഭരണാധികാരികളുടെ കയ്യിലായിരിക്കണം എന്നുള്ളത് കൃഷ്ണൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ തളരുന്ന സന്ദർഭത്തിൽ കൃഷ്ണനെ ആര് മുറുകെ പിടിച്ചിട്ടുണ്ടോ അവരൊന്നും കൃഷ്ണൻ കൈവിട്ടിട്ടില്ല. നിങ്ങൾ നോക്കൂ, പാഞ്ചാലി, ആ പാഞ്ചാലിയെ നിറഞ്ഞ സഭയിൽ വെച്ച് കൗരവന്മാരെ അധിക്ഷേപിക്കുമ്പോൾ അപമാനിപ്പിക്കുമ്പോൾ ആ പാഞ്ചാലിയുടെ മാനം കളയുമ്പോൾ ഹൃദയത്തിൽ ഉറപ്പിച്ച് ഭഗവാനെ വിളിച്ചപ്പോൾ ആ ഭഗവാൻ പാഞ്ചാലിക്ക് കൊടുത്ത ഉൾക്കരുത്തുകൊണ്ട് പാഞ്ചാലിയെ തളർത്താൻ ശ്രമിച്ച ദുശാസനാദികൾ തളർന്ന ചരിത്രമാണ് നാം കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഭക്തി ഭഗവാൻ നമുക്ക് തരുന്നൊരു ശക്തിയാണ്, മറക്കരുത്. ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ലോകത്തിന് അറിവിന്റെ വെളിച്ചം തന്ന, ഭക്തിയുടെ ശക്തി തന്ന, പ്രചോദനം തന്ന, അതുപോലെ ഭഗവത്ഗീതയിലൂടെ തളർന്ന മനസ്സുകളെ ഉയർത്തിയ ആ അത്ഭുത പ്രതിഭയായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും ശ്രീകൃഷ്ണാഷ്ടമി അതിഗംഭീരമായി ആഘോഷിക്കണം. നമ്മളെല്ലാവരും ആ ദിവസം കൃഷ്ണഭക്തിയാൽ കൃഷ്ണന്റെ ലീലകൾ പാടിയും ചിന്തിച്ചും പറഞ്ഞും പകർന്നും നമുക്ക് ഈ ഭൂമിയെ ഒരു കൃഷ്ണന്റെ ലോകമാക്കി മാറ്റണം. എല്ലാവരിലും കൃഷ്ണഭക്തി എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഭഗവാൻ കൃഷ്ണൻ എന്നും നമുക്ക് വെളിച്ചമായി, ശക്തിയായി, പ്രചോദനമായി, ഊർജമായി, കരുത്തായി, കരുതലായി എന്നും കൂടെ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി